ഇന്നത്തെ ഒരു ചിറ്റ്ചാറ്റിൽ എൻ്റെ കൂടെ ഉള്ളത് ഷെരിയാണ്. ടെക്സാസിൽ നിന്നും. നേരത്തെ ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ടെക്നീഷ്യനാണ് ഷെരി. ശരിക്ക് ഈ പറയുന്ന ഇസ്രായേൽ അമേരിക്ക ഇറാൻ വാറിനെ പറ്റി എന്താണ് താങ്കളുടെ ഒരു അസംഷനും, എന്താണ് താങ്കൾ നോക്കിക്കാണുന്നത്? Okay, thank you for inviting me for the meeting. Okay, so ഞാൻ ഇതിനെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിസാസ്റ്റേഴ്സ് ആയ ഒരു സംഭവമാണ് അവിടെ മിഡിൽ ഈസ്റ്റിലാണ്. ഞാൻ 10 വർഷം മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്ത ആവശ്യം. ഓക്കെ, അപ്പൊ അതിനകത്ത് കാണുന്നത് ഇപ്പൊ നമ്മൾക്ക് നാട്ടിൽ പോലും ഗസോലിൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇതൊന്നും കിട്ടുന്നില്ല. ഭയങ്കര കഷ്ടമാണ് അവസ്ഥ. അത് നമുക്ക് പല ഘട്ടങ്ങളായിട്ട് ഇതിനെ കുറിച്ച് പല ഇത് പറഞ്ഞതല്ല, ഒരു പ്രീ പ്ലാൻഡ് അല്ല, ഇവർ പ്ലാൻ ചെയ്ത പോലല്ല സംഭവം നടന്നത്. കാരണം ഇസ്രായേൽ അവരുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ അമേരിക്ക പെട്ടുപോയി എന്നേ ഞാൻ പറയുള്ളൂ. ഇതാണ് എന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടുപോയി എന്ന് പറയാൻ കാരണം സ്റ്റേറ്റ് ഓഫ് ഹോർമുഡ്സ്. ഇത് ഇസ്രായേൽ ഇപ്പൊ 2003 മുതൽ ഞാൻ ജെറുസലേം പോസ്റ്റ് 2003 മുതൽ വായിക്കുന്നതാണ്. ശരിക്കും ഞാൻ അതിനകത്തൊരു സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ഇപ്പോഴാണോ കൊണ്ടുവന്നത്? നേരത്തെ ഉണ്ടോ ഇല്ലയോ? നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ആയിരുന്നു അവരുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. അത് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. സ്റ്റേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ എണ്ണയുടെ മാർക്കറ്റിങ്ങും സ്റ്റോറേജും പ്ലേസ്മെന്റും ഇന്റർ കോണ്ടിനെന്റൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ കൂടിയാണ്. അതൊന്നും അമേരിക്കക്ക് അറിയാത്ത കാര്യമാണ്. അമേരിക്ക അറിയാത്ത കാര്യമൊന്നും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ജോഗ്രഫി കൂടെ മനസ്സിലാക്കണം. ഒരു വൺ സൈഡ് സ്റ്റേറ്റ് ഓഫ് ഹോർമസിന്റെ വൺ സൈഡ് മുഴുവൻ ഇറാൻ നടക്കുന്നത്, ഇപ്പുറത്ത് കിടക്കുന്നത് GCC രാഷ്ട്രങ്ങളാണ്. ഇതിനകത്ത് ജോഗ്രഫിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. വൺ സൈഡ് കംപ്ലീറ്റ് കിടക്കുന്നത് ഇറാനാണ്. ഇറാനിലെ അതാണ് പേർഷ്യൻ ഗൾഫാണ്. ശരിക്കും പേർഷ്യൻ ഗൾഫാണ്. ഞാൻ ഈ പേർഷ്യൻ ഗൾഫിൽ ഇറക്കിയ പുരുഷനാണ്, എനിക്കറിയാം. ചോദ്യം അതല്ല. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഈ പറയുന്ന കപ്പലുകളും വെസലുകളും അതിനെ ഇറാൻ എത്രമാത്രം തടയാൻ സാധിക്കും? ഇറാന് നല്ല രീതിയിൽ തടയാൻ പറ്റും, പക്ഷെ എന്തുകൊണ്ട് അമേരിക്കക്ക് തടയാൻ പറ്റുന്നില്ല? ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല? അതിന്റെ കാരണം വെച്ചാല് ഓയിൽ പ്രൈസ് കൂടി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ അമേരിക്കൻ ഓയിൽ കമ്പനികൾക്ക് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞത് ഹോർമൂസിനെ സെക്യൂർ ചെയ്യണം? ഹോർമൂസിനെ സെക്യൂർ എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? തീർച്ചയായും അവിടുന്ന് ഓയിൽ ഫ്ലോ ഈസി ആയിട്ട് കിട്ടണം. ഇത്ര ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു എന്ന് അമേരിക്കക്ക് അറിയായിരുന്നോ ഇല്ലയോ? അവർ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. ഇത്രയും ഡിഫിക്കൽസി ഉണ്ടാവും എന്നുള്ളത് അവർ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. അതാണ് ഇതിന്റെ കാരണം. അതായത് ഇത്രമാത്രം ഒന്നെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു, അവർ പൊട്ടം കളിച്ചു, അല്ലെങ്കിൽ അവർ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. അതായത് ഹോർമൂസുമായി ബന്ധപ്പെട്ട് ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. അതിനേക്കാൾ ഒരു വേറെ ചോദ്യം ചോദിക്കട്ടെ. ഇറാനിൽ നിന്നും ഇത്രമാത്രം മിസൈലും ഡ്രോൺസും മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലോട്ടും ദുബായിലോട്ടും ഫുജേറയിലോട്ടും ഖത്തറിലോട്ടും ഒമാനിലോട്ടും ബഹ്റിനിലോട്ടും വരുമെന്ന് അമേരിക്ക ആന്റിസിപ്പേറ്റ് ചെയ്തോ ഇല്ലയോ? അമേരിക്ക ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. അതേപോലെ തന്നെ പിന്നെ എന്തു കുന്തമാണ് ഈ വാറ്? ഈ വാർ ആർക്ക് വേണ്ടിയായിരുന്നു? ഇതാണ് ചോദ്യം. ആ വാർ ആർക്ക് വേണ്ടിയാണെന്ന് ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. ഞാൻ ചോദ്യം ഈ ആന്റിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. എന്നാൽ എന്റെ ചോദ്യം, ഈ വാർ ആർക്ക് വേണ്ടിയാണ്? ഈ വാർ ഇസ്രായേലിന് വേണ്ടിയാണ് വാർ ചെയ്തത്. സിമ്പിൾ. അമേരിക്കക്ക് വേണ്ടിയല്ല. അല്ല. പിന്നെന്തിനാണ് അമേരിക്ക? ഞാൻ അച്ഛൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്കറിയാം ഫസ്റ്റ് ഗൾഫ് വാർ 90s തുടങ്ങിയാണ്. അതിനുമുമ്പ് വേറെ കാര്യം പറയണം. ഇപ്പം വെനീസില് അതിന്റെ നിക്കോളാസ് മൊഡ്രോവെ കൊണ്ടുപോകുന്നു. ഉദ്ദേശം എന്തുവായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് കമ്പനികളെ പുറത്താക്കുക.
ഈ പറയുന്ന ഇറാനിലും ചൈനീസ് കമ്പനികള്. ഏ? അപ്പം ഇത് കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ഈ ഓയിൽ അമേരിക്കയുടെ കൺട്രോൾ ആവുക 90%. ഒരു അമേരിക്ക കണ്ടോളൂ. പക്ഷെ ഇതിന് കൊടുത്ത വില എത്രയാണ്? GCC രാഷ്ട്രങ്ങൾ ശരിക്കും കംപ്ലീറ്റ്ലി അവർ ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം. TCCയുടെ വില രണ്ടാമത്തെ കാര്യം. അപ്പൊ നീ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയുന്നത്, അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഈ വാർ ഉണ്ടാക്കിയേക്കുന്നത്, തീർച്ചയായും അല്ലാതെ ഇസ്രായേലിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ ഇതിനകത്ത് വാർ. അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ അത് പറഞ്ഞുതരാം. അമേരിക്കയ്ക്ക് അവരുടെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ന്യൂക്ലിയർ വെപ്പൺസിന്റെ പേര് പുറമേ പറഞ്ഞു. അതൊക്കെ ചുമ്മാ തട്ടിച്ചു. അതൊക്കെ വെറുതെ പറയും. അത് ഡോക്യുമെന്റ്, ഓയിൽ പിടിക്കുന്നവർക്ക് വെറുതെ പറയും. അത് ജനീവ ഡോക്യുമെന്റ്സിലെ ഒമാനുമായിട്ടിരുന്നപ്പോൾ ഈ അബ്ബാസ് അഗരാച്ചി അയാൾ പറഞ്ഞു അത് കംപ്ലീറ്റ് ഈ സാധനങ്ങൾ ഡിഫ്യൂസ് ചെയ്യാം, അവർ ലോങ് റേഞ്ച് മിസൈൽ ഉണ്ടാക്കത്തില്ല. പക്ഷെ പെട്ടെന്നാണ് റെജീമിലോട്ട് അങ്ങ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഈ വാർ ആർക്ക് വേണ്ടിയാണ്? അമേരിക്കയ്ക്ക് വേണ്ടിയാണ്, ഇസ്രായേലിന് വേണ്ടിയാണോ? ഇതിനകത്ത് നമുക്ക് ഈ അറ്റാക്കിംഗ് പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇസ്രായേൽ അവർ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുന്നുണ്ട്, അമേരിക്ക അവർ ഒബ്ജക്റ്റീവ്സിലും പോകുന്നുണ്ട്. കാരണം പക്ഷെ ലോസ് ഉണ്ട്. പക്ഷെ ഞാൻ ചൈനയുടെ കാര്യം പറയാം, ഒരിക്കലും ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് അല്ലാതെ റഷ്യൻ ചേച്ചി വരില്ല. നമ്മൾ ആ ടോപ്പിക്കിലോട് പിന്നെ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് ഫിലോസഫി ഓഫ് വാർ ചോദിക്കുന്നത്. ഈ വാർ ആർക്ക് വേണ്ടിയാണ്? ഈ വാർ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ്. എന്നാൽ യു ആർ അബ്സല്യൂട്ട്ലി റോങ്. ഈ വാർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻസിസ്റ്റൻസ് ആണ്. അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 6 മാസം മുമ്പ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായ സംഭവമാണ് റയർ എർത്ത് മെറ്റൽ. അതിന്റെ 90% ചൈനയുടെ കയ്യിലാണ്. ആ സമയത്ത് ഈ ട്രേഡിന്റെയും വലിയ ഡെഫിസിറ്റ് ഇഷ്യൂ വന്ന സമയത്ത് അമേരിക്ക ആവശ്യപ്പെടുന്നു ചൈനയുമായിട്ട് ഈ മെറ്റീരിയൽ അമേരിക്കയ്ക്ക് വേണം. പക്ഷെ ചൈന റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അവർ കൊടുക്കുന്ന രാജ്യങ്ങളോടും പറഞ്ഞു ഇത് അമേരിക്കയ്ക്ക് റീപാക്ക് ചെയ്ത് അയക്കരുത്. പെട്ടെന്ന് അമേരിക്ക അവരുടെ ടാരിഫ് 500-200 ടാരിഫ് അടിച്ചങ്ങ് ചൈനയ്ക്ക് കൊടുത്തു. എന്നിട്ട് അമേരിക്കയുടെ ധാരണ ഇനിഷ്യലി ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഇതങ്ങ് ചെയ്യാവുന്നതാണ്. കാരണം നിക്കരാഗുവ അവിടെ ഇവിടെയൊക്കെ പോയി. അവിടെ ചെന്നപ്പോഴാണ് പിടി കിട്ടിയത് അങ്ങനെ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനമല്ല. മനസ്സിലായില്ലേ? കാരണം അവരുടെ ചൈനയുടെ കയ്യിലോട്ട് അപ്പർ ഹാൻഡിൽ ഈ ഗെയിം മാറുവാണ്. പക്ഷെ അതിനകത്ത് ഒരു കയറി അങ്ങ് പിടിച്ചു വെനൂസില. കാരണം ഇതിനും ഈ പറയുന്ന ആണെങ്കിലും ഈ റെയർ എർത്ത് ആണെങ്കിലും ഇതൊക്കെ എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് എനർജി ഇവരെ കൺട്രോൾ ചെയ്തു. അപ്പൊ ചൈനയുടെ ഇറാന്റെ എനർജി ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. ഈ സാധനം ഇത് ഒരു കാര്യം തന്നെയാണ്. ഈ ചൈനയെ പൂട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചൈനയാണ് വാങ്ങുന്നത്. അപ്പൊ ചൈനയുടെ ഈ സാധനങ്ങള് ചൈനയാണ് ഇത് പൂട്ടുന്നത്. അത് എനിക്ക് നല്ലതായിട്ട് അറിയാം. ചൈനയ്ക്കിട്ടാണ് അപ്പൊ ചൈന യുദ്ധം കൊണ്ട് എത്ര പേർക്ക് നഷ്ടങ്ങൾ വരുന്നു, അതുകൂടെ നമ്മൾ ചിന്തിക്കണം. അത് പറയുന്നത്. അതുകൊണ്ട് ചൈനയെ പൂട്ടുക, അതിനുവേണ്ടിയാണ് അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇറാനെ ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതെ, ചൈനയാണ് പൂട്ടുന്നത്. ഇവർക്ക് മെയിനായിട്ട് ചൈനയുടെ എനർജി സോഴ്സ് കംപ്ലീറ്റ് കട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അതുമല്ല, ഇസ്രായേലിന് ഇറാനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് അവിടെ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ അവിടെ ഇപ്പോഴത്തെ റഷ്യൻ ചേച്ചി വന്നു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിയുമ്പം ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനിക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവർക്ക് എണ്ണ കൊണ്ടു എല്ലാം ഉണ്ട്. അതുപോലെ രാജ്യം നല്ല വികസനത്തിലും വരും, നല്ല ഇതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. പക്ഷേ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ അച്ഛൻ നേരത്തെ പറഞ്ഞ എനിക്ക് നല്ല അലിയായിട്ട് അറിഞ്ഞ കാര്യമാണ് ചൈനയെ പൂട്ടുക. കാരണം ചൈന പറയുന്നത് ശരിക്കും ഈ ഒരു സമയത്ത് അമേരിക്ക ചൈനയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമാണ്. അന്ന് അവര് ഗ്രോ അമേരിക്ക. അല്ല, ഇതിനകത്ത് ഈ വാർ എന്ന് പറയുന്നത് കുറച്ച് നീണ്ടുപോയാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം നല്ലതാ അവർക്ക്. കാരണം അതോടുകൂടി ആ റെജീമും ആ ഭരണവും കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഇല്ലാതാകും. അതാണ് അതിനകത്ത് ഏറ്റവും ബ്യൂട്ടി. ആ റെജീം കംപ്ലീറ്റ് ചേഞ്ച് ആവണം. അതാണ് അതിനകത്ത് ഈ വാർ കൊണ്ട് വേണ്ടത്.
ആ റെസീം ചേഞ്ച് ചെയ്യുന്ന വരണം. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ ഇവരുടെ കൺട്രോളിലായിരിക്കും പൂർണ്ണമായിട്ടും. അതെ. അത് നേരത്തെ പോലെ ഉണ്ടായിരുന്ന ഇസ്ലാമിക കൺട്രോൾ അല്ല. അതായത് അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, അച്ഛനത് ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്തു ഇറാൻ. എന്ത് പ്രൊട്ടക്ഷനാണ് ഈ അവരുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയല്ല അമേരിക്കൻ ഫോഴ്സ് അവിടെ കിടന്നത്. എന്ത് പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ പറ്റിയത്? അത് ചോദ്യമാണ്. കൊടുത്തിട്ടുണ്ട് കുറെ എണ്ണം, 90% അല്ലെങ്കിൽ 80% കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. അതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത. കാരണം ഈ രാജ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആർമി ഒന്നും ഇല്ലല്ലോ, എയർഫോഴ്സും ഇതൊന്നും ഇല്ലല്ലോ. അവര് 22 അല്ലെങ്കിൽ റാപ്റ്ററും ഒക്കെ വാങ്ങിച്ചു വെക്കും, പക്ഷെ ഇത് ഉപയോഗിക്കാൻ അവർക്ക് അറിയത്തില്ല. അവർക്കും ഒരു വലിയ പാഠമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക്. അതാ കറക്റ്റാണ്. എനിക്ക് ഇത് സദാം ഹുസൈൻ കുവൈറ്റിൽ കയറിയ സമയത്ത് അവർക്ക് ഒറ്റ ഫീലിംഗ് വന്നു, അറബ് ഞങ്ങളെല്ലാം അറബ്സം. പക്ഷെ സദാം ഹുസൈൻ കയറി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഒരു ടെൻഷനാണ് മനസ്സിലായത്. അങ്ങനെയാണ് അമേരിക്കൻ ബേസ് അവിടെ കൊണ്ടുവന്നത്. അല്ല, ഇപ്പൊ അതിലോട്ടല്ല ഞാൻ പോകുന്നത്. ഇപ്പൊ ബേസിക്കലി ഞാൻ കാണാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ വാറിന് അല്പം നീണ്ടു നിൽക്കും, പക്ഷെ വാറിനൊരു കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അതായത് വിത്തൗട്ട് സാക്രിഫൈസ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം റിസൾട്ട് ഉണ്ടാകും. ഇത് ഇറാൻ മുഴുവനും പിടിച്ചെടുക്കും. ഈ റാസ പല്ലവിയെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു. അവരെന്ത് ഒരു കാരണവശാലും ഇത് ഇറാഖിനെ പോലെ ആക്കാൻ സമ്മതിക്കത്തില്ല. അതാകാൻ സമ്മതിക്കത്തില്ല. പിന്നെ ആ രീതിയിൽ അതിനകത്ത് പ്രയോജനം ഇപ്പം ഇന്ത്യൻ ആംഗിളിൽ നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു അസംഷനാണ്, ഈ പറയുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ വാറിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിക്യാപ്റ്റ് ആക്കാൻ പോകുന്നത് ഇന്ത്യ. കാരണം ഇന്ത്യയുടെ ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയുന്നത് 45% ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 1 കോടി ആൾക്കാർ. 1 കോടി ആൾക്കാരുണ്ട് ഇന്ത്യൻസ് അവിടെ. അവർ റെമിറ്റൻസ് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഓയിലും അതേപോലെ തന്നെ LNG ഏകദേശം രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 49% വരുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും സംഭവം വരുന്ന ഈ രാജ്യങ്ങളിൽ നിന്നാണ്. അത് ഈ പറയുന്ന അമേരിക്കയുടെ ഇസ്രായേലിന്റെയും സംഭവം ഇന്ത്യയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇത് ഓൾറെഡി എഫക്ട് ആയി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല പിന്നെ ഗ്യാസ് കമ്പനികളൊന്നും. ഇത് എന്റെ സുഹൃത്ത് പിന്നെ അവിടുന്ന് അവനോട് സംസാരിക്കും, ജോബി എന്നാണ് അവന്റെ പേര്. അവൻ എന്നോട് പറയായിരുന്നു 99 ഹിൽസ്, അത് ഒരു ദിറംസും ഒന്നുമില്ല. എങ്ങനെയുണ്ട് അമേരിക്കയില് വില പറഞ്ഞു? ഗ്യാസ് അമേരിക്ക വില പറഞ്ഞു? അല്ല, അവന് യുഎയിലല്ല, ദുബായിലില്ല. അല്ല, അമേരിക്ക വില പറഞ്ഞു. അമേരിക്കയിൽ ഓയോ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാല് എണ്ണയുടെ വില ഇങ്ങനെ കയറി ഷൂട്ടായി. ശരി, ഇവിടെ $2 നാളെ കിടന്നത് ഇപ്പം 3.4 വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് എല്ലാ യുഎസ് ആണെങ്കിൽ നല്ല ഓയിൽ റിസർവ് രാജ്യം യുഎസ് ആണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്ന മുന്നേ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് എന്തിന്റെ ഓയിലിന് വില കൂടിയത്? ഇതാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നല്ലൊരു ചിറ്റ് ചാറ്റ് ആയിരുന്നു. അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.